ഹായ്, പുതിയ വീട്ടു സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ജനപ്രിയ നായകൻ ആരാ? എല്ലാവരും പറയും ദിലീപ് എന്ന്. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിൽ ഓരോ ജനപ്രിയ നായകന്മാരുണ്ടായിരുന്നു. അതായത് 90 കിഡ്സുകൾക്ക് ഒരു ജനപ്രിയൻ, അത് കഴിഞ്ഞിട്ട് ഒരു ജനപ്രിയൻ, ഇപ്പം നിലവിൽ ഒരു ജനപ്രിയൻ, ഇങ്ങനെ കുറേ ജനപ്രിയന്മാർ വന്നിട്ടുണ്ട്. ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാലും എന്താണ് ഈ ജനപ്രിയൻ എന്നും ഇപ്പം മൂന്ന് കാലഘട്ടത്തിൽ കൂടാണ് നമ്മളിപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അത് 90 കിഡ്സുകൾ. അപ്പോൾ ആ ഒരു കാലഘട്ടങ്ങളിലെ ജനപ്രിയന്മാരും അതിനെപ്പറ്റിയുമാണ് ഈ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ചെയ്യുമ്പം കുറേ നെഗറ്റീവുകൾ വന്നേക്കാം. ഇപ്പോൾ ഇത് എൻ്റെ മാത്രം ഒരു അഭിപ്രായമായിരിക്കും. അതായത് നമ്മൾ സിനിമ കാണുന്നതും തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നതും അപ്പോൾ ആ ഒരു രീതിയിലാണ് എൻ്റെ ഒരു വിലയിരുത്തൽ മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചിലപ്പോൾ ഇതിനകത്ത് തെറ്റുകളുണ്ടാവാം, അപ്പം ശരികളുണ്ടാവാം. ഇത് എൻ്റെ ഒരു മാത്രം അഭിപ്രായമാണ്. അത് എന്തുമായാലും മനസ്സിലാക്കുക. വീഡിയോ അവസാനം വരുന്ന കാണുക. ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഈ ജനപ്രിയ നായകൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ളതും ഇപ്പം ഞാൻ സിനിമ കാണാൻ പോകുന്നത് വെച്ച് എൻ്റെ അറിവിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫാമിലി ഓഡിയൻസ് കാണാൻ പോകുന്ന ഒരു ആക്ടർ, അതിനെയാണ് ജനപ്രിയ നായകൻ എന്ന് ഞാൻ കരുതുന്നത്. ഇപ്പം എൻ്റെ ഒരു ഇതിൽ എൻ്റെ കൊച്ചുനാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ഫാമിലി ഓഡിയൻസ് ഒക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ സിനിമയ്ക്കായിരുന്നു. ജയറാമിൻ്റെ സിനിമ ഒരു സമയത്തെ ജനപ്രിയ നായകൻ ജയറാം തന്നെയായിരുന്നു. അത് മലയാള സിനിമ ഇപ്പോൾ ജയറാം ഉണ്ടെങ്കിലേ ഓടൂ എന്നും പറയുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അതായത് 2000-നൊക്കെ മുമ്പ് ഉള്ള എടുത്ത് നോക്കിയാൽ മതി. പട്ടാഭിഷേകവും ഈ സൂപ്പർമാൻ ഇങ്ങനെയൊക്കെയുള്ള സിനിമ, വീണ്ടും ചില വീട്ടുകാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. പുള്ളിയുടെ കയ്യിൽ അത് ഭദ്രമായിട്ട് നിലനിന്ന് വന്നിട്ടുമുണ്ട്. അത് ആരുടെ കയ്യിലാണ്? ജയറാം ഒരു സമയത്ത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയെ ഫീൽഡ് ഔട്ട് ആക്കിയെന്ന് പറഞ്ഞാൽ കമലാണ്. കമൽ എന്ന് പറഞ്ഞാൽ കമൽ നല്ലൊരു ഡയറക്ടറാണ്. പക്ഷേ അന്ന് എല്ലാവരും അംഗീകരിച്ചിട്ടിരുന്ന ഒരു ജനപ്രീതി പുള്ളിക്ക് നഷ്ടമാകാൻ കാരണം എന്ന് പറഞ്ഞാൽ പുള്ളി അതിനകത്ത് പാറ്റേൺ മാറ്റാൻ തുടങ്ങി പടത്തിൽ. അതായത് ജയറാം പടത്തിനകത്ത് പാറ്റേൺ മാറ്റാൻ നോക്കുമ്പം അതിനകത്ത് പുള്ളി കുറേ അവാർഡ് പടങ്ങൾ സെലക്ട് ആക്കാൻ തുടങ്ങി. അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ആക്കാതെ വന്ന് പിന്നെ തിരിച്ച് പുള്ളിക്ക് ആ ഒരു ലെവലിലോട്ട് എത്തിയിട്ടില്ല. അതിനുശേഷമാണ് 2000-ന് ശേഷം ദിലീപ് വന്നത്. ദിലീപ് അതിന് മുമ്പ് ഒരു ചെറിയ റോളുകളൊക്കെ ചെയ്ത് വന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിന് ശേഷമാണ് 2000-ന് ശേഷം ദിലീപ് വന്നത്. ദിലീപ് വന്നതെന്ന് പറഞ്ഞാൽ ഈ മലയാളത്തിൻ്റെ ബാക്കിയുള്ള ഇൻഡസ്ട്രിയുടെ കൂട്ടല്ല. മലയാളം ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ആക്ടറിന് ദാരിദ്ര്യമുള്ള ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി ഒരു സമയത്ത്. ഇപ്പോൾ ഒത്തിരി പേരുണ്ടെങ്കിലും അന്ന് 2000-ന് മുന്നിലൊക്കെ എന്ന് പറഞ്ഞാൽ ആക്ടർമാരില്ല. നിങ്ങളിപ്പം തമിഴിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ സമയത്ത് 2000-നൊക്കെ മുമ്പ് ഓരോ സ്റ്റാറുകളുണ്ടെങ്കിലും അതിൻ്റെ താഴെ കുറേ സ്റ്റാറുകളുണ്ട് സിനിമയിലുള്ളതൊക്കെ. മലയാളത്തിൽ അങ്ങനെ ഇല്ലായിരുന്നു. ഇപ്പോൾ വരുന്ന പൃഥ്വിരാജ് ആയാലും ജയസൂര്യ, ഇവരൊക്കെ വരുന്നതേ ഉള്ളായിരുന്നു. ഈ ജയസൂര്യ എനിക്ക് തോന്നുന്നു സപ്പോർട്ടിങ് ആക്ടറല്ല, ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഈ ദോസ്തിനകത്തൊക്കെ, ദിലീപിൻ്റെ ദോസ്തിനകത്തൊക്കെ വന്നിട്ടുള്ളത്. അതിന് ശേഷമാണ് പുള്ളിയുടെ വളർച്ച കുറേ വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ദിലീപ് വരുന്നതും. പിന്നെ പുള്ളി പച്ച പിടിച്ചതെന്ന് പറഞ്ഞാൽ മീശ മാധവനകത്തൂടാന്ന് തോന്നുന്നു പുള്ളി പച്ച പിടിക്കുന്നത്. നല്ലൊരു സിനിമയുടെ കളക്ഷൻ എനിക്ക് ഇഷ്ടമുണ്ട്. അതായത് ഇപ്പോൾ എടുത്ത് പറയുവാണെങ്കിൽ മീശ മാധവൻ ഇഷ്ടമാണ്. പിന്നെ ജോക്കർ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമാണ്. പിന്നെ പട്ടണത്തിൽ സുന്ദരൻ എന്ന് പറഞ്ഞൊരു ഫാമിലി ഓഡിയൻസിൻ്റെ ഫാമിലി പടങ്ങൾ തന്നെ പിന്നെ ഇഷ്ടം. ഇങ്ങനെയൊക്കെയുള്ള പടങ്ങൾ എനിക്ക് ദിലീപിൻ്റെ ഒരു ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു ടൈപ്പിൽ ജയറാം ചെയ്ത ജനപ്രീതിയ നായകനിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു ദിലീപിൻ്റെ ജനപ്രീതിയ നായകൻ. അതിനകത്തെന്ന് പറയുമ്പോൾ പുള്ളി കൈനിട്ട് കോമഡി എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. കൈനിട്ട്, അല്ലെങ്കിൽ പറക്കതളി എനിക്ക് ഇഷ്ടമാണ്. കൈനിട്ട് ഈ പടത്തിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി കൈനിട്ട് കോമഡി ഉണ്ടാക്കാൻ നോക്കും. അതിപ്പം അത് കഴിഞ്ഞിട്ട് ഇറങ്ങിയ കുറേ സിനിമകളിലുണ്ട് കൈനിട്ട് കോമഡി കാണിച്ച് ചിരിപ്പിക്കും. അതെന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് ഉള്ളതായിരിക്കത്തില്ല, പക്ഷേ അത് നമുക്ക് ചിരി വരും. ആ ടൈമിലൊക്കെ ചിരി വരും. കാരണം അന്നത്തെ കാലമല്ല ഇപ്പം. അത് കഴിഞ്ഞിട്ട് പുള്ളി ഇപ്പം ദിലീപ് ജയറാമിൻ്റെ പതനം പോയി. ഞാൻ പറഞ്ഞില്ല, അവാർഡ് പടം കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് വന്നായിരുന്നു ദിലീപ്. പിന്നെ മലയാളത്തിൽ വേറെ ആക്ടർമാരില്ല. പുള്ളിക്ക് വേറെ ഇപ്പം ലാലേട്ടൻ്റെ ഒരു സിനിമ ഇപ്പോൾ ഇറങ്ങി. ലാലേട്ടൻ്റെ ഒരു സിനിമ ഇപ്പോൾ പോസിറ്റീവ് കിട്ടിയാലും ഫാമിലി ഓഡിയൻസിൻ്റെ താകരയായി. ഇപ്പം തന്നെ അന്നും ആയാലും ഇപ്പോഴായാലും. പക്ഷേ പുള്ളി ലാലേട്ടൻ അന്ന് വലിയൊരു സ്റ്റാറാണ്. വലിയൊരു സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഒരു മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും സൂപ്പർ സ്റ്റാർ എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സമയമാണ്. അന്ന് ആ ടൈപ്പിലുള്ള പടങ്ങൾ പുള്ളി പരീക്ഷിച്ച് നോക്കി. ചിലതൊക്കെ ഓടും, ചിലതൊക്കെ ഫ്ലോപ്പ് ആവും. അപ്പോൾ അന്ന് പുള്ളിയും ഒരു ഫാമിലി പടം കൊണ്ടുവന്നിരുന്നു, ബാലേട്ടൻ എന്ന് പറയുന്നത്. CID മൂസയുടെ CID മൂസ ഓടുന്ന സമയത്ത് തന്നെ ബാലേട്ടന് വന്നിട്ടുള്ളത്. അന്ന് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കയറിയിട്ടുള്ളത് ബാലേട്ടനായിരുന്നു. അന്ന് ഞാനൊരു റൂമർ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബാലേട്ടന് കൂവല് റൂമറായിരിക്കും ആ സമയത്തൊക്കെ വന്നിട്ടുള്ളത്. ബാലേട്ടൻ ഓടിക്കൊണ്ടിരുന്ന സമയത്ത് ദിലീപ് ആളെ തിയേറ്ററിൽ വിട്ട് കൂവിക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു റൂമർ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴേ എന്നുവെച്ചാൽ പുള്ളിക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. അതായത് പുള്ളിയിൽ നിന്നും വളരുന്ന ആക്ടർമാരെ ഡൗൺ ആക്കാൻ പുള്ളി നോക്കുമായിരുന്നു ദിലീപ്. അത് ഞാൻ കേട്ടിട്ടുണ്ട്. എത്ര സത്യമാണെന്നൊന്നും നമ്മൾ സിനിമ ഫീൽഡിലൊന്നും വന്നിട്ടില്ല, അതൊന്നും എനിക്കറിയത്തില്ല.
അപ്പോൾ അങ്ങനെ ഇപ്പോൾ അത് പോട്ടെ. ആ പുള്ളിയുടെ കോമഡി രംഗങ്ങളുടെ കാര്യം ഞാനിപ്പം പറഞ്ഞു വന്നേ. പുള്ളി ഇതേപോലെ കൈ നീട്ട് കോമഡി കാച്ചാൻ നോക്കും. അത് ചിലതൊക്കെ നല്ല രീതി പഴയ സിനിമയ്ക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പുള്ളിയുടെ പതനം തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ 2010 ശേഷമാണ്. അതായത് ക്രിസ്ത്യൻ ബ്രദേഴ്സിനകത്ത് ഈ സിനിമയ്ക്കകത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ക്രിസ്ത്യൻ ബ്രദേഴ്സിനകത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാശിന് കൊള്ളാത്ത ഓരോ തൊലിഞ്ഞ ഒരു സിനിമയാണ് ക്രിസ്ത്യൻ ബ്രദേഴ്സ്. അതിനകത്ത് കയറി കിടന്ന് കോമഡി കാണിക്കുക, കിടന്ന് ചിരിപ്പിക്കാൻ നോക്കുക. നമുക്കത് ചിരി വരുന്നില്ല. എനിക്ക് പേഴ്സണലി ആ സിനിമ കണ്ടിട്ട് ചിരി വന്നില്ല. സിനിമ ഒരു ദുരന്ത സിനിമയായിരുന്നു. പിന്നെ ചൈന ടൗണിനകത്ത് അതിനകത്ത് ലാലേട്ടനും ജയറാമും അതിനകത്ത് 2 പ്രിയ നടന്മാരും കൂടെ കിടന്ന് എന്തോ വെറുപ്പീരായിരുന്നു. കോമഡി അടിക്കാൻ ഇതാണ് കോമഡി. അതിനുശേഷം പുള്ളിയുടെ കുറേ സിനിമകൾ സിംഗിളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇതിനകത്തെല്ലാം പുള്ളിയുടെ റോളെന്നൊക്കെ പറഞ്ഞാൽ നല്ല സീരിയസ് ആയിട്ടുള്ള റോളാണ്. സീരിയസ് ആയിട്ടുള്ള റോളിനകത്ത് കയറി കോമഡി കാണിക്കുക. അതായത് സീരിയസ് ആയിട്ട് നടക്കും. അത് കുറേ ഇത് കഴിഞ്ഞിട്ടായിരിക്കും സീരിയസ് ആയിട്ട് അറിയുന്നത്. ആദ്യമേ കിടന്ന് ഭയങ്കര കോമഡിയാണ്. എന്തോ കോമഡി എന്നുവെച്ചാൽ കോപ്രായം കാണിക്കുവാനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനുശേഷം പിന്നെയും ഇപ്പോൾ ആ ഒരു പുള്ളി ആ പാറ്റേൺ വിട്ടിട്ടില്ല. ഇപ്പോഴും ആ വിൻറ്റേജ് ദിലീപ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. ആ പാറ്റേൺ പുള്ളി വിടുന്നതേ ഇല്ല. പിന്നെ കാണുന്നതെന്ന് പറഞ്ഞാൽ കിങ് ലെയറിനകത്തെ കോമഡി. കിങ് ലെയറിനകത്തൊക്കെ എന്തോ ഇത് കാണിച്ചു വെച്ചേക്കുന്നത്. നമുക്ക് ഒരു കോപ്രായം കാണിക്കുമ്പോൾ പഴയത് പിടിക്കാൻ നോക്കണ്ട, ഇനി അത് കിട്ടത്തില്ല. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ ഇപ്പം കുറേ പേര് മിക്സഡ് റെസ്പോൺസും പറയുന്നുണ്ട്, ചിലവർ നല്ലതും പറയുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങിയ പ്രിൻസ് ആൻഡ് ഫാമിലി, അതിന് മുമ്പ് ഇറങ്ങിയ പവി കെയർ ടേക്കർ. ഞാൻ പവി കെയർ ടേക്കർ വേറെയുള്ള കാര്യം പറയാം. മോശം എന്ന് വെച്ചാൽ ആ പരിപാടി കിട്ടത്തില്ല ഇനി. അതായത് ഇപ്പോഴത്തെ ഓഡിയൻസ് അന്നത്തെ ഓഡിയൻസ് അല്ല ഇപ്പം. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി ദിലീപ്. അതല്ല, അത് കോമഡി അതല്ല. മാറി ചിന്തിക്കുക. ഇപ്പം നിങ്ങൾക്ക് അതായത് ദിലീപിന് ചേരുന്ന കുറച്ച് റോളുണ്ട്. നിങ്ങൾ ആക്ടിംഗ് ഒക്കെ നല്ലോണം ചെയ്യുമായിരിക്കും. ആ സീരീസ് റോൾ പിടി. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂട് ചെയ്യുന്നതിൻ്റെ കൂട്ട് സീരീസ് ആയിട്ട് ഉള്ള ക്യാരക്ടർ. അതായത് ഇപ്പം ആൻഡ്രോയിഡ് കുഞ്ഞപ്പനകത്ത് ആ ടൈപ്പിൽ സുരാജിൻ്റെ ആ ഒരു ക്യാരക്ടർ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ആ ഒരു ടൈപ്പ് പിടി. അതേപോലത്തെ ടൈപ്പ് അതിനകത്ത് എല്ലാം ഉണ്ട്. അതിൻ്റെ സിറ്റുവേഷൻ കോമഡി ഇഷ്ടം പോലെ അതിനകത്തുള്ള സിനിമയാണ്. അപ്പോൾ അതേപോലെ സീരീസ് റോളിനകത്ത് ചെന്ന് കോമഡി കാണിക്കും. അല്ലാതെ ചിരിപ്പിക്കാൻ വേണ്ടി കോമഡി കാണിക്കില്ല. നിങ്ങളുടെ പ്രായം അതല്ല. പണ്ട് ഏതാ ഈ പറക്കം തളി ഇറങ്ങിയ സമയത്തുള്ള പ്രായമല്ലേ ഇപ്പം. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഫിസിക്ക് മൊത്തം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇപ്പം മേക്കപ്പ് അടിച്ച് നമുക്ക് വേണമെങ്കിൽ ശരീരത്തിൻ്റെ വെളിയിൽ മേക്കപ്പ് അടിച്ച് നമുക്ക് തോന്നാം. പക്ഷേ ഫിസിക്ക് വെച്ച് നമുക്ക് മറയ്ക്കാൻ പാടായിരിക്കും. അത് നിങ്ങൾക്ക് നല്ലോണം അറിയാനുണ്ട്. അതായത് മേക്കപ്പ് വാരിക്കോരി ഇടുന്ന കാണുമ്പോഴേ അറിയാം. നമ്മുടെ കഴുത്തിനകത്തൊക്കെ പാട് വീണ് തുടങ്ങി. അതനുസരിച്ച് പടം ചെയ്യണം. അല്ലെങ്കിൽ ഇതുപോലെ വിൻറ്റേജ് പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ചോണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. അല്ലാതെ ഇത് പിടിച്ച് ഈ പരിപാടി മാറ്റണം. സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പം ഓഡിയൻസ് ഇപ്പം നിങ്ങളുടെ സിനിമ കാണാൻ നല്ല ഒരു ഓഡിയൻസ് ഇപ്പോഴും കാണും. പക്ഷേ അതനുസരിച്ചുള്ള പടങ്ങൾ എടുക്കണം. അല്ലാതെ പഴയ വിൻറ്റേജ് കോമഡി എന്ന് പറഞ്ഞുകൊണ്ട് തല ഇടിച്ചിട്ട് പുള്ളിയുടെ അതുപോലത്തെ പരിപാടി ചെയ്യാൻ പറഞ്ഞാൽ നടക്കത്തില്ല. പിന്നെ ആക്ഷൻ പടവും ചെയ്യാതിരിക്കുക മാക്സിമം. ഇതേപോലെ ക്യാരക്ടർ റോൾ ചെയ്യുക. ഇപ്പം തന്നെ സുരാജ് ചെയ്യുന്നതിൻ്റെ കൂട്ട് കിടിലായിട്ട് ചെയ്യാൻ പറ്റും. നല്ലോണം ചെയ്യുക. അത് പരീക്ഷിക്കുക. പിന്നെ ജയറാം ചെയ്യുന്ന സമയത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോഡി എന്ന് പറഞ്ഞാൽ ജയറാമിൻ്റെ കൂടെ സംയുക്ത വർമ്മ എന്നുവെച്ചാൽ വീണ്ടും ചില വീട്ടുകാര്യങ്ങളും വൺ മൺ ഷോ, ഈ ഒരു സിനിമ ഇവരുടെ ജോഡിയായിരുന്നു എനിക്ക് കൂടുതൽ ഇഷ്ടം. ഇനി ദിലീപിലോട്ട് വരുവാണെങ്കിൽ ദിലീപിൻ്റെ കുറേ ജോഡികൾ വന്നിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ദിലീപും നവ്യ നായരും കൂടി ഉള്ള കുറച്ച് സിനിമകളുണ്ട്. അവരുടെ ജോഡിയാണ് എനിക്ക് ഇഷ്ടം. അല്ലാതെ കാവ്യമാധവ ഈ പരിപാടിയൊന്നും അല്ല. ഇതൊക്കെ ഒരു ക്ലീഞ്ച പരിപാടിയായിട്ടാണ് എനിക്ക് അതുപോലെ അവരുടെയൊക്കെ ജോഡിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് അത് പേഴ്സണലി എനിക്ക് വർക്കാവാത്ത ഒരു ജോഡിയാണ്. പക്ഷേ നവ്യ നായരുടെ കൂടെ ഉള്ളത് നല്ലതായിരുന്നു. പിന്നെ ഇപ്പം നിലവിലെ ജനപ്രിയൻ ആരാണെന്ന് പറയാൻ പോവുകയാണ്. ബേസിൽ ജോസഫ്. ഇപ്പം എന്ന് വെച്ചാൽ പുള്ളിയുടെ നല്ലൊരു ഫാമിലി ഓഡിയൻസ് കയറാൻ ഉള്ള ഒരു ആക്ടറാണ് ബേസിൽ ജോസഫ്. ബേസിലിൻ്റെ സിനിമ ഞങ്ങളുടെ ഏരിയയിൽ നിന്ന് മൊത്തം ഒരു ഓഡിയൻസിന് കിട്ടും. ഞാനിപ്പോൾ മരണമാസം കാണാൻ പോയപ്പോൾ തിയേറ്റർ ഫുള്ളായിരുന്നു. അതായത് വിഷുവിൻ്റെ ആ ഡേയിലാണ് പോയത്. വിഷുവിൻ്റെ തലേ ദിവസം ഹൗസ്ഫുള്ള് ഷോ. അത് ഫസ്റ്റ് ഷോയ്ക്ക് ശേഷം നെഗറ്റീവ് മിക്സഡ് റെസ്പോൺസ് വന്ന ഷോയാണ് ഹൗസ്ഫുൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത ദിവസം ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ അത്രയും നല്ലൊരു ഓഡിയൻസ് ബേസിലിനുണ്ട്. പിന്നെ ഈ ജനപ്രിയൻ നായകൻ എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ സത്യം പറഞ്ഞാൽ ഇല്ല. ഇപ്പം എന്താ തെലുങ്കിലൊക്കെ ഓരോരുത്തർക്ക് ടൈറ്റിൽ ഉണ്ടല്ലോ. പവർ സ്റ്റാർ, മീഡിയം സ്റ്റാർ, സൂപ്പർ സ്റ്റാർ, റിബൽ സ്റ്റാർ എന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ ഒരു സ്റ്റാർ ഒരു ടൈറ്റിലാണ് ജനപ്രിയൻ എന്ന് പറഞ്ഞ ടൈറ്റിലും. അത് ഇനി ബേസിലിന് കൊടുക്കുക എന്നാണ് പറയുന്നത്. ബേസിലിന് കൊടുക്കുക, നിങ്ങൾക്കൊരു അച്ചീവ്മെന്റ്, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പോലത്തെ ഒരു അതുപോലത്തെ റോളുകൾ ചെയ്യുക. ചിരിപ്പിക്കാനുള്ള ഇഷ്ടം പോലെ ആ ക്യാരക്ടർ ആ ഒരു റോളിൽ നിന്നുകൊണ്ട് ഇഷ്ടം പോലെ പറ്റും. അപ്പോൾ അതുപോലത്തെ പരിപാടികൾ. അപ്പോൾ അടുത്ത ജനപ്രിയ നായകൻ ബേസിൽ ജോസഫ്. ഈ ഒരു ടൈറ്റിൽ കാർഡ് ദിലീപ് ഈ ടൈറ്റിൽ കാർഡ് ബേസിൽ ജോസഫിന് കൊടുക്കുക. ദിലീപ് ഇപ്പം ഓരോരുത്തർക്കും ഓരോ വയസ്സിലും ഓരോ പീക്ക് ലെവലും കാണും, അത് ലോ ലെവലും കാണും. അപ്പോൾ പീക്ക് ലെവലിൽ ഇനി അത് കിട്ടത്തില്ല. വിൻറ്റേജ് പരിപാടി ഇനി നോക്കണ്ട, ഇനി ഇല്ല.
ഇപ്പം ബേസിലിന് കൊടുക്കുക, ഇപ്പം അടുത്ത പുതിയ റോളുകൾ പരീക്ഷിച്ച് കൊണ്ടുവരിക ദിലീപ്. അപ്പം ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റിൽ പറയുക. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് അഭിപ്രായം വ്യത്യാസമുള്ള കുറേ പേര് കാണും. ഇത് എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ വരുന്നത്.